പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NASന്റെ +2 എക്കണോമിക്സ് കോഡ് നമ്പർ 318 ന്യൂ സിലബസ് അനുസരിച്ചുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിങ്ങിൽ വരുന്ന 2 മാർക്കിന്റെ വിവിധ ക്വസ്റ്റ്യൻസും ആൻസറും ആണ്. സെക്ഷൻ ബിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ആണ്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം ന്യൂ സിലബസ് അനുസരിച്ചുള്ള ആദ്യത്തെ എക്സാം നടന്നത് 2024 ഏപ്രിലാണ്. ആ എക്സാമിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് 2 മാർക്കിന്റെ സെക്ഷൻ ബിയിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ് ബോർഡിൽ എഴുതിയിട്ടുള്ളത്. ഇനിയും 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമ്മൾ അടുത്ത വീഡിയോയിൽ അവതരിപ്പിക്കും. 4 മാർക്കിന്റെയും 6 മാർക്കിന്റെയും ഒക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ന്യൂ സിലബസ് അനുസരിച്ചിട്ട് നമുക്ക് 2 ടെക്സ്റ്റ് ബുക്കിൽ കൂടി 60% മാത്രം സിലബസ് പഠിച്ചാൽ മതി. അതിൽ തന്നെ 2ാമത്തെ ടെക്സ്റ്റ് ബുക്കാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ആദ്യത്തെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ അവസാനത്തെ 4 ചാപ്റ്റർ മാത്രം പഠിച്ചാൽ മതി. ബാക്കി വരുന്ന ചാപ്റ്റർ ഒക്കെ സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, 3 മണിക്കൂറിന്റെ പരീക്ഷയാണ്. 100 മാർക്കിന്റെ പേപ്പറിൽ 20 മാർക്ക് അസൈൻമെന്റ് ആണ്. ബാക്കി വരുന്ന 80 മാർക്ക് എഴുത്ത് പരീക്ഷയാണ്. അതിന്റെ 33%, ഏകദേശം 26 മാർക്കാണ് നിങ്ങൾക്ക് എഴുതുക പാസ്സാണ്. പരീക്ഷ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് വരുന്നത്. മലയാളം മീഡിയത്തിൽ എഴുതുന്നവർക്കും ഇംഗ്ലീഷ് മീഡിയത്തിൽ എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. ആൻസർ നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ മലയാളത്തിലോ ഏത് ഭാഷ വേണമെങ്കിലും എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഞങ്ങൾ 36ാമത്തെ ക്വസ്റ്റ്യൻസ് ആണ് 2024 ഏപ്രിൽ കണ്ട ക്വസ്റ്റ്യൻസ്. വൈ ഡസ് ആൻ എക്കണോമിക് പ്രോബ്ലം എങ്ങനെയാണ് ഒരു സാമ്പത്തിക പ്രശ്നങ്ങൾ, സമ്പദ് വ്യവസ്ഥയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഉത്ഭവിക്കുന്നത്, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണുള്ളത്. 13ാമത്തെ ചാപ്റ്ററിൽ ഇതിന്റെ ആൻസർ ഉണ്ട്. ഗൈഡിൽ നോക്കുകയാണെങ്കിൽ മലയാളത്തിൽ അതിന്റെ ആൻസർ കിട്ടും. ഗൈഡിൽ 131ാമത്തെ പേജിൽ തന്നെ ഉണ്ട്. അതിൽ 1ാമത്തെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. നമുക്കറിയാം മനുഷ്യന്റെ ആവശ്യങ്ങൾ ഇന്ന് കൂടി വരികയാണ്. ആ മനുഷ്യന്റെ ആവശ്യങ്ങൾ കൂടി വരുന്നതിനനുസരിച്ച് അത് നിറവേറ്റാനുള്ള വിഭവങ്ങൾ അവിടെ എന്താണ്, പരിമിതമാണ്. അപ്പൊ ആവശ്യങ്ങൾക്ക് അനുസരിച്ചുള്ള വിഭവങ്ങൾ ഇല്ലാതാവുമ്പോൾ അവിടെ പൊരുത്തപ്പെട്ടു പോകാനുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും. ഓരോ ആവശ്യങ്ങൾ ഉത്ഭവിച്ച് അത് നിറവേറ്റുമ്പോൾ മനുഷ്യന് അടുത്ത ആവശ്യങ്ങൾ ഉത്ഭവിക്കുകയാണ്. പക്ഷെ അത് നിറവേറ്റാനുള്ള വിഭവങ്ങൾ അവിടെ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ പ്രൊഫസർ ലേണൽ റോബിൻസിന്റെ അഭിപ്രായത്തിൽ എണ്ണമറ്റ മനുഷ്യാവശ്യങ്ങളും അവ നിറവേറ്റാൻ ആവശ്യമായ വിഭവങ്ങളുടെ പരിമിതമായ വിഭവങ്ങളുടെ വിവിധങ്ങളായ ഉപഭോഗങ്ങളുമാണ് സാമ്പത്തിക പ്രശ്നത്തിലുള്ള പ്രധാന കാരണങ്ങൾ. പ്രതിരോധ സാമഗ്രികൾ നിർമ്മിക്കുക, വ്യവസായശാലകൾ സ്ഥാപിക്കുക, വാർത്താവിനിമയ സൗകര്യങ്ങൾ സജ്ജമാക്കുക തുടങ്ങിയ വളരെയേറെ ആവശ്യങ്ങളാണ് ഒരു സമൂഹത്തിന് നിറവേറ്റേണ്ടത്. ഭൂമി, തൊഴിൽ ശക്തി, മൂലധനം എന്നിവയാണ് സമൂഹത്തിന് ലഭ്യമായ വിഭവങ്ങൾ. എന്നാൽ ഈ വിഭവങ്ങളുടെ ലഭ്യത അവയുടെ ആവശ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ പരിമിതവുമാണ്. ഇക്കാരണത്താൽ ഒരു രാജ്യത്തിനും അവിടുത്തെ ജനങ്ങൾക്കും ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും സേവനങ്ങളും ഉത്പാദിപ്പിച്ചു നൽകാൻ സാധ്യമല്ലാതെ വരുന്നുണ്ട്. ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിമിതമോ അവ നിറവേറ്റാനുള്ള വിഭവങ്ങൾ സുലഭമോ ആയിരുന്നെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. അതായത് സാമ്പത്തിക പ്രശ്നങ്ങളുടെ മൂല്യ കാരണം മനുഷ്യാവകാശങ്ങളുടെ ബാഹുല്യവും അവ നിറവേറ്റാനുള്ള വിഭവങ്ങളുടെ പരിമിതിയാണ് എന്നുള്ളതാണ് റോബിൻസ് പറയുന്നത്. ഇനി ഇത് അറിയാത്ത ഒരാളാണെങ്കിൽ അതേ ചാപ്റ്ററിൽ തന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഹാപ്പൻ ടു ദി PPC? എന്താണ് PPCക്ക് സംഭവിക്കുന്നത്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വെൻ ദർ ഈസ് എ ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്. സമ്പദ് വ്യവസ്ഥയിൽ വിഭവങ്ങൾ വളരുമ്പോൾ എന്താണ് PPCക്ക് സംഭവിക്കുന്നത്? എന്താണ് PCB എന്ന് പറഞ്ഞാൽ എന്താണ്? PPC നമുക്ക് ആദ്യം അറിയണം. ഉൽപാദന സാധ്യത വക്രം എന്ന് പറഞ്ഞാൽ എന്താണ്? വിഭവങ്ങളുടെ വിനിയോഗം, വിഭവങ്ങളുടെ പൂർണ്ണ ഉപയോഗം, ഉൽപാദനത്തിന്റെ വിതരണത്തിന്റെ കാര്യക്ഷമത, വിഭവങ്ങളുടെ വളർച്ച തുടങ്ങിയ സാമ്പത്തിക പ്രശ്നങ്ങൾ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഉൽപ്പന്നമാണ് ഉൽപാദന സാധ്യത വക്രം അല്ലെങ്കിൽ ഉൽപാദന രൂപാന്തര ക്രമം എന്ന് പറയുന്നത്. പിന്നെ നമ്മളിവിടെ ചോദിച്ച ചോദ്യത്തിന്റെ ആൻസർ നമുക്ക് ഗൈഡിൽ നോക്കുകയാണെങ്കിൽ പേജ് നമ്പർ 142 13ാമത്തെ ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. ഒരു സമ്പദ് വ്യവസ്ഥയുടെ പുരോഗതി ആ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയെ ആശ്രയിക്കുന്നുണ്ട്. സമൂഹത്തിന് ഏറ്റവും കൂടുതൽ സംതൃപ്തി നൽകുന്ന ബിന്ദു ഉൽപാദന സാധ്യത വക്രത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന പ്രശ്നത്തിനാണ് സാങ്കേതിക തിരഞ്ഞെടുപ്പ് പ്രശ്നം എന്ന് പറയുന്നത്. അങ്ങനെ ഉൽപാദന സാധ്യത വക്രത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ബിന്ദു, ഉദാഹരണമായി ഇവിടെ ഈ ഉൽപാദന സാധ്യത വക്രം ഇവിടെ തന്നിട്ട് എന്ന് പറയുന്ന ഒരു ബിന്ദു വരുന്നുണ്ട്. എന്തെല്ലാമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, അവ എത്രമാണ് എന്നുള്ളതാണ് പറയുന്നത്.
പിന്നെ നമുക്ക് തന്നെ ഉൽപാദന സാധ്യത വക്രത്തിന്റെ ഷേപ്പ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇങ്ങനെ മുകളിൽ നിന്ന് താഴോട്ട് ചെരിഞ്ഞിറങ്ങിയാണ് എക്സ് വൈ ഇങ്ങനെ 2 എക്സ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത ചോദ്യമാണ് എക്സ്പ്ലെയിൻ 2 പ്രോപ്പർട്ടീസ് ഓഫ് PPC. PPCയുടെ 2 പ്രത്യേകതകൾ എന്താണ്? ഒന്നാമത് പറയുന്നത് ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാണ് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള. പിന്നെ പറയുന്നത് അതിന്റെ കർവ് എന്ന് പറയുന്നത് കോൺകേവ് ആണ്. പിന്നെ പറയുന്നത് ഉൽപാദന സാധ്യതയുള്ള ഏതൊരു ബിന്ദുവും വിഭവങ്ങളുടെ അഥവാ ഭാഗമായ വിനിയോഗവും കാര്യക്ഷമത ഇല്ലായ്മയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഒരു സമ്പദ് വ്യവസ്ഥക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന 2 സംയോജകങ്ങൾ, രണ്ട് സാധനങ്ങളുടെ വിവിധ സംയോജനങ്ങൾ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖാചിത്രമാണ് ഉൽപാദന സാധ്യത. ഇങ്ങനെ 3 ഞാൻ പറഞ്ഞു, 2 പറഞ്ഞത്. ഒന്ന് അറിയുന്നത് ലഭ്യമായ വിഭവങ്ങളുടെ വിനിയോഗം, വിഭവങ്ങളുടെ പൂർണ്ണ ഉപയോഗം, അതിൻ്റെയൊക്കെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ ആണ് എന്ന് പറയുന്നത് ഉൽപാദന സാധ്യത. പിന്നെ 2 പറയുന്നത് കോൺകേവ് ഷേപ്പ് ആയിട്ടാണ് വരുന്നത്. ഇനി ഇത് അറിയാത്തവരാണ് എക്സ്പ്ലെയിൻ ദി പ്രോബ്ലം വാട്ട്. എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്നുള്ള പ്രോബ്ലംസെ കുറിച്ചിട്ട് എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യണം. ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും കാതലായ പ്രശ്നമാണ് എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്ന് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യന് കോടിക്കണക്കിന് ആവശ്യങ്ങൾ വരും. അപ്പൊ ഓരോ മനുഷ്യന്റെയും ഭൂപ്രദേശവും അവിടുത്തെ സാഹചര്യവും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക. ഇപ്പൊ ഒരു കേരളക്കരക്കാരാണെങ്കിൽ ഇവിടെ വേണ്ടത്, ഇവിടെ മുഖ്യാഹാരം എന്ന് പറയുന്നത് നെല്ലാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഗോതമ്പിന്റെ കാര്യത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകിയിട്ട് കാര്യമില്ല. ഇവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നെല്ലാണ്. അപ്പൊ എത്രയാണ് കേരളത്തിലെ ജനങ്ങളുടെ പോപ്പുലേഷൻ? ഇവിടെ കൃഷി ചെയ്യുന്നത് എത്രയാണ് കേരളത്തിൽ? അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്ര വേണം, എത്ര ഉൽപ്പാദിപ്പിക്കണം എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുത്തെ മുഖ്യാഹാരം നോക്കിയിട്ടാണ്. ഒരു നോർത്ത് ഇന്ത്യ സ്റ്റേറ്റ് ആണെങ്കിൽ അവിടെയാണ് നമ്മൾ ചപ്പാത്തി കഴിക്കുന്ന ആളുകളാണ് കൂടുതൽ. അപ്പൊ അവിടെ വേണ്ടത് ഗോതമ്പാണ്. അപ്പൊ ഓരോ പ്രദേശത്തിന്റെയും അവരുടെ സംസ്കാരവും അവരുടെ ചുറ്റുപാടൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, തീരുമാനിക്കേണ്ടത് എന്നുള്ളതാണ്. പിന്നെ നമുക്ക് അത് എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കണം എന്നൊക്കെ തീരുമാനിക്കണം എന്നതാണ്. ഇനി അടുത്ത ചോദ്യമാണ് 38ാമത്തെ. അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ വു ഡിറ്റർമിൻ ആരാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പ്രൈസ് ഡിറ്റർമിൻ ചെയ്തത്? വാട്ട് ഈസ് എ ഷേപ്പ് ഓഫ് ഡിമാൻഡ് കർവ്? ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് നമുക്ക് ഏകദേശം 22ാമത്തെ ചാപ്റ്ററിൽ വരുന്നുണ്ട്. പെർഫെക്റ്റ് 22ാമത്തെ ചോദ്യത്തിൽ തന്നെ ഫസ്റ്റ് പറയുന്നത് അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നമുക്ക് വില നിർണ്ണയിക്കുന്നത് ഡിമാൻഡും സപ്ലൈ ആണ്. വില കുറയുമ്പോൾ ഡിമാൻഡ് വർദ്ധിക്കും, വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയും. വില വർദ്ധിക്കുമ്പോൾ സപ്ലൈയുടെ അളവ് കൂടാണ്. വില കൂടുമ്പോൾ നമ്മൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്, വില കുറയുമ്പോൾ സപ്ലൈ കുറയുകയും ചെയ്യും. അതിനാൽ ഡിമാൻഡ് കർവിന് നെഗറ്റീവ് ചായം, സപ്ലൈ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്. ഡിമാൻഡ് എന്നാണ് താഴോട്ടേ വരുന്നത്, സപ്ലൈ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിട്ടാണ് വരുന്നത് എന്നുള്ളതാണ്. പിന്നെ അതിന്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. രണ്ടും പാടെ ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റ് ആണ് എന്ന് പറയുന്നത് സന്തുലിതാവസ്ഥ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 2 മാർക്കിന് 9 മതി. ഓക്കെ, ഇനി 39ാമത്തെ ചോദ്യമാണ് വെൻ ഡസ് സിറ്റുവേഷൻ എക്സസ്, ഏത് സിറ്റുവേഷനിലാണ് എക്സസ് സപ്ലൈ വരുന്നത് മാർക്കറ്റിൽ? വാട്ട് ഈസ് എഫക്ട് ഓഫ് കമ്മോഡിറ്റി? അതിന്റെ പ്രൈസ് ഓഫ് കമ്മോഡിറ്റി എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നത് പറയുന്നത്. എക്സസ് സപ്ലൈ എപ്പോഴാണ് വരുന്നത്, അത് എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നത് എന്നുള്ളതിനാണ് ചോദിക്കുന്നത്. ഓക്കെ, പേജ് നമ്പർ 223 ഇതിന്റെ ആൻസർ വരുന്നുണ്ട്. ഗൈഡിൽ 223 ഇതിന്റെ ആൻസർ വരുന്നത് കേട്ടോ. ഒരു നിശ്ചിത വിലക്ക് കമ്പോള സപ്ലൈ ഡിമാൻഡിനേക്കാൾ കൂടുതലാകുന്ന അവസ്ഥയാണ് പറയുന്നത് എക്സസ് സപ്ലൈ എന്നാണ്. ഒരു നിശ്ചിത വിലക്ക് കമ്പോളത്തിന്റെ സപ്ലൈ എന്ന് പറയുന്നത് ഡിമാൻഡിനേക്കാൾ കൂടി വരുന്ന ഒരു അവസ്ഥയാണ് പറയുന്നത് എക്സസ് സപ്ലൈ എന്ന് പറയുന്നത്. ചോദന ഇവിടെ ഡിമാൻഡ് കർവ് എന്ന് സ്ഥാനമില്ലാതെ സ്ഥിരമായി നിൽക്കുകയും സപ്ലൈ കർവ് വലത്തോട്ട് നീങ്ങുകയും ചെയ്യുന്നു. ഇവിടെ സന്തുലിത വില കുറയുകയും സന്തുലിത അളവ് വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. 2 മാർക്കിനാകുമ്പോൾ ഇത് എഴുതാൻ പറ്റുകയാണെങ്കിൽ ഗ്രാഫ് ഒന്ന് വരയ്ക്കട്ടോ. ഡിമാൻഡ് കർവ് മാറ്റമില്ലാതെ താഴോട്ട് ഇങ്ങനെ തന്നെ നിൽക്കണം, ഇങ്ങോട്ടും മാറുന്നില്ല. സപ്ലൈ S1 ആയിട്ട് വർദ്ധിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇത് അറിയാത്തവരാണ് ഹൗ ആൻ ഇക്വിലിബ്രിയം പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഡിറ്റർമിൻ. എങ്ങനെയാണ് ഇക്വിലിബ്രിയം പ്രൈസ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അഫക്ട് ചെയ്യുന്നത്? അതേ ചാപ്റ്ററിൽ തന്നെ ഉണ്ട്. സന്തുലിതാവസ്ഥ എന്ന് പറഞ്ഞാൽ ബാലൻസ് എന്നാണ് അർത്ഥം. അങ്ങോട്ടും ഇങ്ങോട്ടും ചായാത്ത അവസ്ഥ, മാറ്റത്തിനുള്ള ഒരു പ്രവണത ഉത്ഭവിക്കാത്ത അവസ്ഥ. സന്തുലിത ബിന്ദുവിൽ സന്തുലിതത്തിന് നിർണായകമായ ശക്തികൾ സമായിരിക്കും. വില നിർണ്ണയിക്കുന്നത് ഡിമാൻഡ് സപ്ലൈ ആണ്. വില കുറയുമ്പോൾ ഡിമാൻഡ് വർദ്ധിക്കും, വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയും.
വില വർദ്ധിക്കുമ്പോൾ സപ്ലൈ കൂടും, വില കുറയുമ്പോൾ സപ്ലൈ കുറയും. അതിനാൽ ഡിമാൻഡ് വക്രത്തിന് ഒരു നെഗറ്റീവ് ചായവും സപ്ലൈ പോസിറ്റീവ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇത്രയാണ് ഇതിൽ വരുന്നത്. ഇനി നിങ്ങൾ ഇതിൽ നമ്മൾ 2 മാർക്കിന് ബാക്കി വരുന്ന ക്വസ്റ്റ്യൻ അവതരിക്കുക. പ്രത്യേകം നിങ്ങൾ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. അത് കഴിഞ്ഞ് നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ പരമാവധി 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആദ്യം ആൻസർ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്, 1 മാർക്കിന്റെ 2 മാർക്കിന്റെ ഒക്കെ. പക്ഷെ അതിന് ഒരുപാട് ടൈം എടുക്കും, പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടാൻ കഴിയണമെന്നില്ല. ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ആൻസർ ടെക്സ്റ്റ് ബുക്ക് തന്നെ റെഫർ ചെയ്താൽ കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് ലാസ്റ്റ് എഴുതാനുള്ള രീതി നോക്കിയാൽ സമയം തേക്കും. ആദ്യം 6 മാർക്കിന്റെ നമ്മൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രോബ്ലം നമുക്ക് നന്നായിട്ട് ചെയ്യാം. പിന്നെ 4 മാർക്കിന്റെ, പിന്നെ സെക്ഷൻ ബിയിൽ വരുന്ന 2 മാർക്ക്. ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സിന്റെ ആ 20 എത്ര 30 ക്വസ്റ്റ്യൻസോ എത്ര ഉള്ളതെങ്കിൽ ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ലാസ്റ്റ് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് സമയം തരും. നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റ് ഇട്ട് കൊടുത്താൽ മതി. സെക്ഷൻ എ ആണ് സെക്ഷൻ എ, സെക്ഷൻ ബി ആണ് ബി, സെക്ഷൻ സി ആണെങ്കിൽ ഏതാണ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ചോദിക്കാം. എല്ലാ വിഷയത്തിൻ്റെയും മലയാളത്തിലുള്ള ഗൈഡുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്ക് ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിലും എല്ലാ ജില്ലകളിലും നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. NISൻ്റെ 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് SSLC +2 എഴുതാം. ഓക്കെ. ഗൾഫിലുള്ളവർക്ക് അവിടെ ഇരുന്ന് പഠിക്കാം. നാട്ടിൽ ലീവിന് വരുന്ന സമയത്ത് എക്സാം എഴുതാം. ആഴ്ചയിൽ 6 ദിവസത്തെ ഓൺലൈൻ ക്ലാസ് നിങ്ങളുടെ ജോലിക്ക് തടസ്സമില്ലാത്ത രീതി നമ്മൾ നൽകുന്നുണ്ട്. അഡ്മിഷൻ എടുത്തവർക്ക് ഫ്രീ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, ഗൈഡുകൾ, അസൈൻമെന്റുകൾ, പ്രാക്ടിക്കൽ റെക്കോർഡ് എല്ലാം നമ്മൾ നൽകുന്നുണ്ട്. അതേപോലെ ആർക്കെങ്കിലും വീട്ടിലിരുന്ന് പരീക്ഷ എഴുതാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ബോസ് എഡ്യൂക്കേഷൻ്റെ കീഴിൽ SSLC +2 നൽകുന്നുണ്ട്. അതുപോലെ ശ്രീനാരായണ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷൻ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക 9037114679. ഓക്കെ, താങ്ക് യു.